ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പൊരിച്ച കോഴിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഒരു പൊരിച്ച കോഴിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്, അത്രയും ടേസ്റ്റിയാണ്, അത്രയും എന്താ പറയുക, ക്രഞ്ചിയാണ്. നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മിസ്സായിട്ടോ, വീഡിയോ പെട്ടില്ല, പിന്നെ മനസ്സിലായത്. അപ്പോൾ ഞാനത് പറയാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നല്ല ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ പെരിഞ്ചീരകം പൊടിച്ചത്, കോൺഫ്ലവർ, അരിപ്പൊടി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് നമ്മുടെ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര്, ഇതും അല്ലെങ്കിൽ തൈര് ഉണ്ടായാലും അത് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ തൈര് ഒഴിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതെല്ലാം കൂടി, ഈ പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും, ഇഞ്ചി ഓപ്ഷനിലാണ്, ഞാൻ ചേർക്കാറില്ല, അത് വേണമെങ്കിൽ ചേർക്കാം. അതെല്ലാം നന്നായി അരച്ച് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്യുക. ചിക്കനിലേക്ക് പൊതിഞ്ഞിരിക്കാം, നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ ഈ ഒരു ഇതിൽ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത്, നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മളൊരു അരമണിക്കൂർ, എത്രയും നേരം ഇരിക്കുന്നോ അത്രയും നല്ലത് കേട്ടോ. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇത് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ചെറിയ തീയിൽ, നല്ല ചെറിയ തീയിൽ കിടന്ന് നല്ല രീതിയിൽ ഇത് വെന്ത് വരണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം ക്രിസ്പിയാണ്, ക്രഞ്ചിയാണെന്നുള്ളത്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. കാരണം ഇത് പലരും ചിക്കൻ റെസിപ്പി ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാകും, ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയൊക്കെ. പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഇതിൽ ആ ഒരു നല്ല ജീരകത്തിൻ്റെ മണവും ഒക്കെ കൂടി വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എൻ്റെ ഒരു വേഷനാണ്, എൻ്റെ രീതിയിൽ കേരള സ്റ്റൈലിലുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി, സപ്പോർട്ടിങ്ങിന് ഒരുപാട് നന്ദി. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒപ്പം തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് ടച്ച് ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.